ഹായ് കാശ്, ഇന്നൊരു റമദാൻ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഒരു 4-4:30 ആയപ്പോൾ എണീച്ചു, അത്താഴം കഴിച്ചു, പിന്നെ നിസ്കരിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും കിടന്നുറങ്ങി. അത് പിന്നെ അങ്ങനെയാണല്ലോ. പിന്നെ ഒരു 8-8:30 ആയപ്പോൾ പിന്നെ എണീച്ച്, പിന്നെ പഠിക്കാനൊക്കെ ഇരുന്ന്. പിന്നെ നോമ്പായതുകൊണ്ട് പിന്നെ ഫുഡ് കഴിക്കാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതാ നാളെ എക്സാമാണ് ഇംഗ്ലീഷ്. അങ്ങനെ പറഞ്ഞ് നാളെ എക്സാമായി. അല്ലെങ്കിലും അങ്ങനെ തന്നെ, നാളെ പഠിക്കാൻ വിചാരിക്കും. എന്നിട്ടോ നാളെ എക്സാമും ആവും. എന്താ ചെയ്യുക അവസ്ഥ. അങ്ങനെ പിന്നെ കുറച്ചേരം ഇരുന്ന് പഠിച്ച്. പിന്നെ ഇത് പഠിക്കുന്നുണ്ടെങ്കിലുള്ള ഓരോ കോപ്രായങ്ങൾ. പിന്നെ എനിക്ക് ഒന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു. എനിക്ക് ഒരു ക്രാഫ്റ്റ് കടയിൽ കയറാനുണ്ടായിരുന്നു. ഒരു ഗിഫ്റ്റ് ബോക്സ് സെറ്റാക്കി കൊടുക്കണം. പൊതുവേ ഞാൻ നോമ്പിന് വർക്കൊന്നും എടുക്കലില്ല, കാരണം പോയി വരാൻ വയ്യ. പിന്നെ ഒരു അർജൻറ്റാന്ന് പറഞ്ഞ് ഒന്ന് 2 മണിക്ക് സെറ്റാക്കി തരുമോയെന്ന് ചോദിച്ച്. പിന്നെ ഞാൻ ആന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പിന്നെ ഇതാ അങ്ങനെ പോവാൻ നേരത്തെ അവർക്ക് 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കിട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ പോയാലേ പറ്റുള്ളൂ. പിന്നെ നല്ല വെയിലാണ്. പിന്നെ ഒരു സംരക്ഷണത്തിന് വേണ്ടി കുട എടുത്തിക്കണ്. എന്നാൽ നടന്ന് തന്നെ പോകണം, കാരണം ഇവിടെ നിന്ന് ഒരൊറ്റ വണ്ടി പോലും കിട്ടൂല. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റുഡിയോയിൽ ഞാൻ പ്രിൻ്റ് എടുക്കാൻ വന്നതാട്ടാ. ഞാൻ പിന്നെ ക്രാഫ്റ്റ് കടയിൽ ഒന്നും വീഡിയോ എടുത്തിട്ടില്ലേന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വരുമ്പോൾ നടന്ന് വരാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ ഓട്ടോയിലാണ് വന്നത്, കാരണം നല്ല വെയിലാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തി. ഇന്ന് പിന്നെ പത്തിരിയാണ് കേട്ടോ. ഫസ്റ്റ് നോമ്പാണ്, അതുകൊണ്ട് പിന്നെ പത്തിരിയാണ്. പിന്നെ ഞങ്ങളെ വീട്ടിൽ പത്തിരി കല്ലുമ്മ വെച്ചിട്ട് ഇങ്ങനെ പരത്തലാട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കോഴിയട ഉണ്ടാക്കാന്ന് കരുതി. ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടീന്ന്. അപ്പോൾ അത് പിന്നെ വല്യമ്മാൻ്റെ പണിയാണല്ലോ, ഉള്ളി മുറിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അസർ നിസ്കരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നിസ്കരിച്ചിട്ടാട്ടെ ഞാൻ പോയത്. അപ്പോൾ പിന്നെ അസർ വന്നിട്ട് നിസ്കരിച്ച്. പിന്നെ കുറച്ച് ദിക്കറൊക്കെ ചൊല്ലി. റമദാൻ മാസമല്ലേ, നന്നാവണ്ടേ. പിന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങി. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന കുറച്ച് ചെടികളാട്ടത്. ഇത് കൊറോണ കാലത്ത് ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ ആ ടൈം കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിനൊന്നും മൂടില്ലായിരുന്നു. പിന്നെ ഇതിപ്പോൾ ഞാൻ ഇന്നലെ ഒന്ന് കുത്തിയിട്ട് നോക്കിയതാണ്, ഉണ്ടാവുമായിരിക്കും. പിന്നെ വെള്ളത്തിനും വെച്ച് നോക്കി. ഏതിലാ വേര് വരികയെന്ന് പറയാൻ പറ്റൂലല്ലോ. എന്താ ചെയ്യുക, നല്ല ബുദ്ധിയാണ് ഗൈസ്. അല്ല, പൊതുവെ ഞാൻ കേട്ടിരിക്കണം വെള്ളത്തിൽ വെച്ചാൽ വേര് വരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ചെയ്ത് നോക്കിയതാണ്. പിന്നെ കാശിത്തുമ്പൊക്കെ പോയി, കോഴിക്കൾ കൊത്തിയിട്ട് അത് പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞു, ചെടിയൊക്കെ വെള്ളം ഒഴിച്ചു. പിന്നെ കോഴിവട ഉണ്ടാക്കാനുള്ള പ്ലാനാട്ടാ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൽ കാണുന്ന പോലെ കണ്ട് ചെയ്യന്നെ. പിന്നെ ആ സ്പൂണേറ്റ് മറ്റേ ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട്. അപ്പോൾ പിന്നെ ആവണില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് നല്ല ബുദ്ധിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്ത് കയ്യിൽ വെച്ചിട്ട്. ഇത് സംഭവം കാണുമ്പോൾ ചട്ടി നിറച്ച് കുറേ ഉണ്ട് തിന്നാൻ. പക്ഷെ ഉണ്ടാക്കി വരുമ്പോൾ കുറച്ചുണ്ടാവുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് സെറ്റായി. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ചട്ടിയിലിടുമ്പോൾ കുറേ ഉണ്ടാവും, പിന്നെ ഉണ്ടാക്കി വരുമ്പോൾ കുറച്ചുണ്ടാവുള്ളൂ. എന്നാലും തിന്നാനൊക്കെ ഉണ്ട്. ഒരു 2-3 എടുക്കാം. പിന്നെ അത് ഫില്ലാക്കാനുള്ള മാവ് കുഴക്കാട്ടോ. അത് പിന്നെ വല്യമ്മ എടുക്കാന്ന് പറഞ്ഞു. പിന്നെ വല്യമ്മക്ക് തന്നെ പണി നമ്മൾ കൊടുത്തിരിക്കുന്നു. പിന്നെ ഞാൻ കാണിച്ചു തരട്ടെ ഇതെങ്ങനെ ചെയ്യലെന്ന്. എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഫ്രൂട്ട് കട്ട് ചെയ്യാനൊക്കെ. ആദ്യം ഇങ്ങനെ നമുക്ക് വേണ്ട അനുസരിച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിറയ്ക്കുക. എന്നിട്ട് അമർത്തി കൊടുക്കുക, കാരണം എണ്ണയിലിട്ടാൽ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അമർത്തി കൊടുത്തിട്ട് കൈ വെച്ച് എന്ത് ചെയ്യുക, ഇങ്ങനെ ചെറുതാക്കി പിരിച്ച് ഇങ്ങനെ കൊണ്ടുവരിക. ഇത് മറ്റേ സംഭവം വെച്ചിട്ടും ചെയ്യൂട്ടെ, എന്തോ ഒന്ന് പറയുക കഴിഞ്ഞാൽ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം വെച്ചിട്ട്. ഞങ്ങൾ പിന്നെ ഇവിടെ അങ്ങനെ കൈയേറ്റാണ് ചെയ്യൽ. ഇത് ചെയ്യലൊക്കായില്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രൂട്ട് കട്ട് ചെയ്യാൻ പോയി. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തുകൊണ്ടിരുന്നു, കാരണം ഞാൻ പറഞ്ഞില്ല എനിക്ക് ഫ്രൂട്ട് പിന്നെ ഇങ്ങനെ മറ്റേ ഫുഡ് ഉണ്ടാക്കണം, എനിക്ക് അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനും. അപ്പോൾ ബത്തക്കയാണ് കേട്ടോ. ബത്തക്കൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളൂ. ഞങ്ങൾ പിന്നെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പിന്നെ ബത്തക്കൻ്റെ പകുതി എടുത്ത്. നല്ല കളറുണ്ട് കേട്ടോ, നല്ലൊരു റെഡ് കളർ. മധുരം ഉണ്ടാവുമായിരിക്കും. പിന്നെ അത് എളുപ്പപ്പണിയിൽ മുറിക്കാനുള്ള ഐഡിയ ഉണ്ടാ. അങ്ങനെ ചെറുതാക്കി മുറിക്കുമ്പോൾ നമുക്ക് ആ തോല് മാത്രം അങ്ങനെ പോക്കാം. ഞാനിതാ ബത്തക്ക മുറിച്ച് സെറ്റാക്കി ഇരിക്കണേ. ഞാൻ പിന്നെ മുറിക്കുന്ന ഫുൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കോഴിയുടെ പൊരിക്കാനിരുന്നു കേട്ടോ. ഇതാ കോഴിയുടെ പൊരിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് നാരങ്ങ കലക്കാണ്ട്.
നോമ്പിന് പിന്നെ നാരങ്ങ ഇല്ലാതെ ഒരു കളി ഇല്ലല്ലോ. പിന്നെ ഞങ്ങളെ വീട്ടിൽ എന്താണ് ഞങ്ങൾക്ക് മൂന്നാൾക്കും മാത്രമേ ഇതിനോട് അത്ര താല്പര്യമുള്ളൂ. ഉമ്മാക്കും ഉപ്പാക്കും പിന്നെ നാരങ്ങനോട് അത്ര താല്പര്യമൊന്നുമില്ല. പിന്നെ എനിക്ക് നാരങ്ങ ഇല്ലാതെ ഒരു ജീവിതമില്ല നോമ്പിന്. പിന്നെ ബാങ്കൊക്കെ കൊടുത്തു. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളേന്ന്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.